The one, the one, the one. കറുപ്പ് ദ വൺ സൂര്യയുടെ കംബാക്ക് പടം. തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ, സൂര്യയുടെ കാരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഗ്രോസർ സോഫാർ. 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് സൂര്യക്ക് വൻ ഒരു കംബാക്ക് കൊടുത്ത പടം. വിജയ് മാറി നിന്ന സ്പേസിലേക്ക് ഇനി സൂര്യ എന്ന് പറഞ്ഞ പടം. ഈ അടുത്തിടയ്ക്ക് OTT-ൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ പടം കാണുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ അജിത്തിന്റെ ഒരു മൂവി ഉണ്ട്, ഗുഡ് ബാഡ് അഗ്ലി. ഇത് നിങ്ങൾക്ക് വർക്ക് ആയതാണോ? ഇത് തിയേറ്ററിൽ നിന്ന് ഹ്യൂജ്ലി വർക്ക് ആയ ഒരാളാണ് ഞാൻ. ആ ഒരു മീറ്റർ തന്നെയാണ് കറുപ്പും പിടിച്ചേക്കുന്നത്. ഹ്യൂജ് ഫാൻ സർവീസ്. അഴിമതി നിറഞ്ഞ ഒരു കോടതി, ഒരു സിസ്റ്റം. അവിടുത്തെ അനീതിക്ക് അറുതി കുറിക്കാനായിട്ട് അവിടുത്തെ പ്രൊട്ടക്ടർ, ഗാർഡിയൻ ഡേറ്റി വേട്ടേ കറുപ്പ് ഇറങ്ങി വരുന്നതാണ് സിനിമ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പോയിന്റ് പോലും ഈ സിനിമ റിയൽ വേൾഡിന്റെ ലോജിക്ക് നോക്കുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്തൊരു വേൾഡ് ഉണ്ട്, ആ വേൾഡിന്റെ ലോജിക് ഉണ്ട്. അങ്ങനെ ആക്ച്വൽ വേൾഡിന്റെ, റിയൽ വേൾഡിന്റെ ലോജിക് വിട്ട് ഈ സിനിമ ബിൽഡ് ചെയ്തെടുക്കുന്ന ലോജിക്, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. ഞാൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഈ വേൾഡിലേക്ക്, ഈ ലോജിക്കിലേക്ക് ഇന്നാവാനായിട്ട്. ഈ മോഹിനിയാട്ടത്തിലെ ബേബിജിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ല. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ എന്റെ അവസ്ഥ. ഐ ഹാഡ് അബ്സല്യൂട്ട് ഫൺ. ഇതിൽ കുറെ റെഫറൻസസ് വരുന്നുണ്ട്, മൂവി റെഫറൻസസ്, അജിത്തിന്റെയും വിജയുടെയും ഒക്കെ മൂവി. ഇവൻ സൂര്യയുടെ തന്നെ മൂവി റെഫറൻസ് വരുന്നുണ്ട്. വളരെ എൻജോയബിൾ ആയിരുന്നു അതൊക്കെ. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ ഇതെന്ത് തേങ്ങ ഇവര് കാണിക്കുന്നത് എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് വർക്ക് ആയ ഒരു മൂവി. ഇതിന്റെ മ്യൂസിക്കും എനിക്കൊരു മിക്സഡ് ബാഗ് ആയിരുന്നു. ചെയ്തിരിക്കുന്നത് സായി അഭ്യങ്കാറാണ്. പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പലതും വർക്ക് ആയി, എന്നാൽ ചിലത് ഒട്ടും വർക്ക് ആയില്ലതാണ്. എന്നാൽ പിന്നീട് ഇതിന്റെ പാട്ടുകളൊക്കെ കേട്ട് ഭയങ്കര ഒരു ഹരമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. എന്നാലും നിങ്ങൾ വീട്ടിൽ പണിയൊന്നുമില്ലാതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഡു ഗിവ് ദിസ് മൂവി എ ട്രൈ.